ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള അയക്കോറ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 പീസ് അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയെല്ലാം മീനിൽ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മീനിലെല്ലാം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ മീൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1 അവർ ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി മീനെല്ലാം ഈ ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോഴതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതാ മീനിൻ്റെ ഒരു സൈഡെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് അയക്കോറ ദം ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഫ്രൈ കണ്ടോ, 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റാം. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് മസാല പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് റൈസ് നിരത്തി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ജോക്കർ കോല റൈസ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ആദ്യം ഈ റൈസ് പകുതി ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള റൈസ് കൂടെ ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം. വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതിൻ്റെ മേലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില അരിഞ്ഞത്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആണ് ദം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ബിരിയാണി എന്തായെന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള അയക്കൂറ ദം ബിരിയാണി റെഡി. നോക്കി, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. റൈസും മസാലയൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു ബിരിയാണിക്കൊപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള 2 ഐറ്റംസ് ആണ് കോക്കനട്ട് ചമ്മന്തിയും അതുപോലെ തന്നെ ഉള്ളിത്തൈരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി അയക്കോറ ദം ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.